ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയൊരു വർക്ക്ഷീറ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലിരുത്തി നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു വർക്ക്ഷീറ്റാണ്. അവർക്ക് വെതേഴ്സിനെ കുറിച്ച് നമ്മൾ തന്നെ ഒരു ചെറിയൊരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ എന്തായാലും കുഞ്ഞുമക്കളുടെ സ്കെച്ച് പെൻസ്, കളർ പെൻസിലുകൾ കാണുമല്ലോ. അപ്പോൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിനകത്ത് 4 സൈഡും നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല കളറ് കൊണ്ട് വരച്ച് 4 സൈഡും ലൈറ്റ് കളറായിരിക്കും ഏറ്റവും നല്ല ബെറ്റർ. ഞാനിവിടെ ഗ്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 4 സൈഡും നന്നായിട്ട് നല്ല രീതിയിൽ വരച്ചതിന് ശേഷം നമുക്ക് അകത്തൂടെ ചെറിയ ചെറിയ കോളമായിട്ട്, പക്ഷേ ഞാനിത് എഴുതിയതിന് ശേഷമാണ് ചെറിയ കോളം വരച്ചത്. അതിന് മുന്നേ തന്നെ ചെറിയ കോളത്തിനകത്ത് നമ്മുടെ സണ്ണി, അതുപോലെ റെയിനി, ക്ലൗഡി, സ്നോയി, വിൻഡി, സ്ട്രോമി, ഫോഗി, റെയിൻബോ. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും ഓരോ ബോക്സിലൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് അതിൻ്റെ ചെറിയൊരു ചിത്രം കൂടി വരച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ്ലി സണ്ണി ആകുമ്പോഴത്തേക്കിനും നല്ല രീതിയിൽ യെല്ലോ കളറിൽ ഒരു സൂര്യനെയൊക്കെ വരച്ച് അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒരു ചിത്രം ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ, നമ്മുടെ ഇത് ഹോം വർക്ക് ഷീറ്റായിട്ടാണ്. അപ്പം വീട്ടിൽ വെച്ച് തന്നെ കുട്ടികൾക്കത് കൂടുതൽ നമുക്ക് വർക്കുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരൊരുപാട് സ്ട്രെയിൻ എടുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുപോലെ സാറ്റർഡേ സൺഡേയും അവർ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ, അപ്പം നല്ല മഴക്കാലമാണ്, അപ്പോൾ പുറത്ത് കളിക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അകത്ത് തന്നെ ഇരുന്ന് കുറേ ടൈം ചിലപ്പോൾ ഫോൺ ഇരിക്കുന്ന കുട്ടികൾ കാണും, അതുപോലെ തന്നെ TV നോക്കിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് കൂടുതലും സ്പെൻഡ് ചെയ്യാൻ, അവരോടൊപ്പം തന്നെ ഇരിക്കാവുന്ന ഒരു വർക്ക്ഷീറ്റായിട്ട് ഇതിനെ ഉപയോഗിക്കാം. അപ്പം ഫസ്റ്റിൽ നമ്മൾ വെതർന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വെതറിനെ നല്ല രീതിയിൽ നമ്മുടെ സ്കെച്ച് പെന്നും കൊണ്ട്, പല സ്കെച്ച് പെൻസിലും കൊണ്ട് എഴുതുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് നിറങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. പല നിറങ്ങളിലാകുമ്പോഴത്തേക്കിനും അവർക്ക് കാണാൻ നല്ല കൗതുകത്തോടു കൂടി ഇരിക്കുമ്പോൾ അവർക്കത് വായിക്കാനും എഴുതാനും ചിത്രങ്ങളും കൂടെ വരയ്ക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് തന്നെ നമുക്കും കുറേ ചിത്രങ്ങളൊക്കെ വരപ്പിക്കാം കേട്ടോ. ഇപ്പോൾ റെയിനി സീസണിൽ റെയിനി ആകുമ്പം ചെറിയൊരു ചിത്രം വരച്ചിട്ട് കുറച്ച് സൈഡിൽ കൂടെ ഒരു ബബിൾസ് പോലെ വരച്ച് കഴിയുമ്പോഴത്തേനും അത് റെയിനി ആണെന്ന് നമുക്ക് അവർക്കൊരു വർക്ക്ഷീറ്റ് കൊടുക്കാം. ക്ലൗഡി, കുറേ മേഘങ്ങൾ കൂടിയിരിക്കുന്ന ക്ലൗഡി ആണെന്ന് പറയാം. സ്നോനി, അപ്പം ഈ സ്നോയിലെ കാര്യം പറയുമ്പോഴത്തേനും മേഘങ്ങൾക്കിടയിൽ കുറേ മഞ്ഞുകൾ, അത് ചെറിയ ബബിൾസ് പോലെ നമുക്ക് നമ്മുടെ പേന കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കെച്ച് പേന കൊണ്ടോ നമുക്ക് അവരുടെ ഇഷ്ടത്തിന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പം അവർക്ക് പഠിക്കുകയും ചെയ്യാം, എന്നാൽ അവർക്ക് ഒരു കളിരീതിയുമാകും. എന്നാൽ അവർക്ക് കുറച്ച് നേരം അവരുടെ കളർ പെൻസിലുകൾ യൂസ് ചെയ്യാൻ